കീം 2026 ഒരു വിദ്യാർത്ഥികൾ ഒറ്റ ആപ്ലിക്കേഷനേ ഉള്ളൂ. അതിനകത്ത് എഞ്ചിനീയറിംഗോ മെഡിക്കലോ ബിഫാമോ ആർക്കിടെക്ചറോ ഏതൊക്കെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് റിസർവേഷൻ വേണോ അതെല്ലാം കേരളയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പൊ ഇന്ത്യയിലെ അഡ്രസ് ഉള്ള ഏതൊരു സർട്ടിഫിക്കറ്റും നാഷണാലിറ്റി ആയിട്ട് അംഗീകരിക്കും. ആധാർ ഒഴിച്ച്, ആധാർ മാത്രം അത് അംഗീകരിക്കില്ല. നമ്മൾ നീറ്റും ഇതൊക്കെ പലതും നാഷണൽ ലെവലൊക്കെ ഉള്ളതാണെങ്കിലും കേരളത്തിലെ പ്രവേശനം തീരുമാനിക്കുന്നതെല്ലാം കേരള എൻട്രൻസ് കമ്മീഷനാണ്. ഇപ്പൊ നമ്മൾ നീറ്റ് അപ്ലൈ ചെയ്യുന്നു, അല്ലെ JEE അപ്ലൈ ചെയ്യുന്നു, അല്ലെ CUET അപ്ലൈ ചെയ്യുന്നതിനൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് വിൻഡോ ഉണ്ട്. ഒരാഴ്ചത്തേക്ക് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. പക്ഷെ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ എഡിറ്റിംഗ് ഇല്ല. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC-ലോ ST-ലോ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടുന്നത് ജനറൽ ആയിട്ടാണ്, അല്ല OBC ആയിട്ടായിരിക്കും സീറ്റ് കിട്ടുന്നത്. പക്ഷെ ഗവൺമെന്റ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ₹1 പോലും കൊടുക്കാതെ പഠിക്കാൻ പറ്റും. നമ്മൾ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട റിസർവേഷനുകളെല്ലാം, നേറ്റിവിറ്റിയും റിസർവേഷനുകളും എല്ലാം കിട്ടി എന്നുള്ളത് നോക്കേണ്ടതും നമ്മുടെ തന്നെ ഉത്തരവാദിത്വം തന്നെയാണ്. ഗവൺമെന്റ് കോളേജുകളിൽ എങ്ങും NRI സീറ്റ് ഇല്ല. മെഡിക്കലിനാണ്, സ്വകാര്യ മേഖലയിൽ മാത്രമേ NRI സീറ്റ് ഉള്ളൂ. എഞ്ചിനീയറിംഗിന് NRI സീറ്റിന് കേരള വഴി അപ്ലൈ ചെയ്യേണ്ട, അതാത് കോളേജുകളിൽ അപ്ലൈ ചെയ്താൽ മതി. മെഡിക്കലിന് സ്വകാര്യ മേഖലയിലുള്ളതിന് ഇപ്പൊ തന്നെ നമ്മൾ കേരളയുടെ സൈറ്റിൽ NRI എന്ന് കൊടുക്കുകയും അതിനു വേണ്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ശിവൻ സാറിനൊപ്പം വന്ന പ്രോഗ്രാമിന്റെ 171ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കീമിന്റെ ആപ്ലിക്കേഷന്റെ ഒരു ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്, നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഏതൊക്കെ വിദ്യാർത്ഥികളായിരിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം കീമിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്? ബെർലിനെ സംബന്ധിച്ചിടത്തോളം ബെർലിനിൽ പഠിക്കുന്ന എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതാണ് കീം 2026. എഞ്ചിനീയറിംഗ് മേഖല, കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ, സ്വകാര്യ മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ള, അർദ്ധ സർക്കാർ മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഒരു BTech അഡ്മിഷന് വേണമെന്നുണ്ടെങ്കിൽ കീം 2026 അപ്ലൈ ചെയ്യണം. ഏപ്രിൽ 15 പരീക്ഷ എഴുതണം. +2 മാർക്കിന്റെയും ഈ എൻട്രൻസിന്റെയും അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അതുപോലെ തന്നെയാണ് മെഡിക്കൽ പ്രൊഫഷൻ. ഒരു MBBSന് ആഗ്രഹിക്കുന്നു, BDSന് ആഗ്രഹിക്കുന്നു, അഗ്രികൾച്ചർ വെറ്റിനറി പോലെയുള്ള മെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ ആഗ്രഹിക്കുന്നു, കേരളത്തിൽ തന്നെ പ്രവേശനം എടുക്കുകയും ചെയ്യണം. അപ്പം കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകൾ, അങ്ങനെയൊക്കെ പ്രവേശനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രധാനപ്പെട്ട തയ്യാറെടുപ്പിലാണ് നീറ്റ് എക്സാം എഴുതാനായിട്ട്. പക്ഷെ നീറ്റ് എക്സാം എഴുതുന്നതോടൊപ്പം തന്നെ ഒരപേക്ഷ കൂടി നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിന് എനിക്ക് അർഹതയുണ്ട്, കേരളത്തിലെ കോളേജുകളിൽ അർഹതയുണ്ട് എന്നുള്ളതിന്. അപ്പൊ കേരളത്തില് മെഡിക്കലിനായിട്ട് നീറ്റിനപ്പുറത്തൊരു പരീക്ഷ എഴുതണ്ട, പക്ഷെ കീമിന് അപ്ലൈ ചെയ്തിരിക്കണം. അതുപോലെ തന്നെയാണ് ബിഫാം. കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒക്കെ ധാരാളം ബിഫാം കോളേജുകളുണ്ട്. ഏറ്റവും നല്ലൊരു ഡിഗ്രി പ്രോഗ്രാം തന്നെയാണ്. അതിനും പ്രവേശനം വേണമെങ്കിൽ ഈ കീമിന് അപ്ലൈ ചെയ്യണം. അതോടൊപ്പം ഏപ്രിൽ 15 പരീക്ഷയും എഴുതണം. അതുപോലെ തന്നെയാണ് ആർക്കിടെക്ചർ മേഖല, ബിആർക്കിന്റെയും ഇതുപോലെയുള്ള ഗവൺമെന്റ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒക്കെ പ്രവേശനം നേടാനായിട്ട് ധാരാളം കോളേജുകളുണ്ട്. അവിടെയും ഈ നമ്മുടെ കീം 2026 അപ്ലൈ ചെയ്യണം. പരീക്ഷ എഴുതേണ്ടത് നേറ്റയുടെ പരീക്ഷ എഴുതണം. എന്നിട്ട് +2 മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ 4 വ്യത്യസ്ത പ്രോഗ്രാമുകൾക്ക് ആണ് കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. സാർ, ഇപ്പൊ ഇതൊരു വിദ്യാർത്ഥിക്ക് 2 ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റുമോ? അതോ യാതൊരു കാരണവശാലും ഒരു വിദ്യാർത്ഥി ഈ 4 വ്യത്യസ്ത പ്രോഗ്രാമിൽ ഏതിനൊക്കെ താല്പര്യമുണ്ടെങ്കിലും ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ അപ്ലൈ ചെയ്യണം. കീം 2026 ഒരു വിദ്യാർത്ഥികൾ ഒറ്റ ആപ്ലിക്കേഷനേ ഉള്ളൂ. അതിനകത്ത് എഞ്ചിനീയറിംഗോ മെഡിക്കലോ ബിഫാമോ ആർക്കിടെക്ചറോ ഏതൊക്കെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെ വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാം. എന്നിട്ട് ഏറ്റവും താല്പര്യമുള്ളത് ഏതിനാണോ അതിന് കണ്ടിന്യൂ ചെയ്യാം. അതിനൊക്കെയുള്ള അലോട്ട്മെന്റ് ഒക്കെ പ്രോസസ്സ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ അപേക്ഷ ഒരെണ്ണമേ ഉള്ളൂ, അതിൽ ഇതെല്ലാം ആഡ് ചെയ്യണം. സാർ, ഇപ്പോൾ ഒരു സംശയം, അതായത് ഒരു വിദ്യാർത്ഥി എഞ്ചിനീയറിംഗ് സ്ട്രീം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ ആപ്ലിക്കേഷൻ സമർപ്പിച്ചപ്പോൾ. പക്ഷെ ആ വിദ്യാർത്ഥിക്ക് നീറ്റിനോടൊരു താല്പര്യം പോകെ വന്നു, നീറ്റ് എഴുതുന്നു,
പക്ഷെ പിന്നീട് ആ നീറ്റും കൂടി ഈ ഒരു ആപ്ലിക്കേഷന്റെ ഭാഗമായി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇപ്പം 4 വ്യത്യസ്ത പ്രോഗ്രാമുകളിൽ ഇപ്പം ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു പ്രോഗ്രാമിന് മാത്രമേ കൊടുത്തുള്ളൂ, അല്ലെ 2 പ്രോഗ്രാമിന് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നീടാണ് ഒരു പ്രോഗ്രാം കൂടെ ആഡ് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങളുണ്ട്. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ തീരുന്ന സമയത്ത് തന്നെ ഒരിക്കൽ കൂടി ഒരു അവസരം തരും. അതോടൊപ്പം തന്നെ ഇതിന് കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആഡ് ചെയ്യാനായിട്ട് അവസരം തരും. അപ്പം മെഡിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മെഡിക്കൽ എഴുതുന്ന വിദ്യാർത്ഥികൾ കീമിന് അപ്ലൈ ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ മെഡിക്കൽ എന്ന് വെക്കണം. അതോടൊപ്പം തന്നെ ഇനി എങ്ങാനും മറന്നുപോയാലും ഈ ആപ്ലിക്കേഷൻ തീരുന്ന ഡേറ്റിന് മുമ്പ് തന്നെ മെഡിക്കൽ എന്ന് വെക്കാനായിട്ട് അവസരം വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നീറ്റിന് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും കീം 2026 മെഡിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്തിരിക്കണം. ഇപ്പൊ സാർ MBBS ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇപ്പൊ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കായിട്ടുള്ള ഓപ്ഷനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം, എങ്ങനെയാണ്? ഇല്ല, മെഡിക്കൽ ആൻഡ് അലൈഡ് എന്നൊരു ഒറ്റ ലിങ്ക് മതി. അതിലൂടെ ഇതെല്ലാം കിട്ടും. മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട 13 പ്രോഗ്രാമുകൾ MBBS ഉൾപ്പെടെയുള്ള എല്ലാത്തിനും കിട്ടും. നമ്മൾ ഗവൺമെന്റ് മേഖല എന്നോ സ്വകാര്യ മേഖല ഒന്നും വെക്കണ്ട, മെഡിക്കൽ എന്ന് മാത്രം നമ്മൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും. എല്ലാ സീറ്റും കിട്ടും. സാർ ഇപ്പോ എന്നാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത്? ജനുവരി 5 മുതൽ ജനുവരി 31 വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാനുള്ള സമയം. സാധാരണഗതിയിൽ ഫെബ്രുവരി മാർച്ചിലൊക്കെയാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഏപ്രിൽ 15 നമുക്ക് കേരള എഞ്ചിനീയറിംഗ് എക്സാം വരുന്നുണ്ട്. കാരണം നിയമസഭ ഇലക്ഷൻ ഒക്കെ വരുന്നത് കൊണ്ട് കേരള എഞ്ചിനീയറിംഗ് എക്സാം നേരത്തെ നടത്തുകയാണ്. ഏപ്രിൽ 15 നടക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആപ്ലിക്കേഷൻ നേരത്തെ ക്ഷണിക്കേണ്ടത് കൊണ്ട് ജനുവരി തന്നെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചതാണ്. 31 ജനുവരി 31 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. സൈറ്റും കൂടെ കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ്. നമ്മൾ നീറ്റും ഇതൊക്കെ പലതും നാഷണൽ ലെവലൊക്കെ ഉള്ളതാണെങ്കിലും കേരളത്തിലെ പ്രവേശനം തീരുമാനിക്കുന്നതെല്ലാം കേരള എൻട്രൻസ് കമ്മീഷണറാണ്. CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. സാർ ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് പ്രിന്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് സമർപ്പിക്കേണ്ട കാര്യം നമുക്ക് ഒരു വിദ്യാർത്ഥി തന്നെ ജനറൽ ആയിട്ടുള്ള എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. റിസർവേഷന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ എലിജിബിലിറ്റി, അതുപോലെ തന്നെ റിസർവേഷന്റെ കാര്യങ്ങൾ, മൈനോറിറ്റിയുടെ കാര്യങ്ങൾ, NRIയുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ അപേക്ഷയുടെ സമയത്താണ് അത് സാധൂകരിക്കുന്ന തെളിവ് വേണ്ടത്. അല്ലാതെ കോളേജിലല്ല ഇതിന്റെ വെരിഫിക്കേഷൻ നടക്കുന്നത്. കേരള എൻട്രൻസ് കമ്മീഷനാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് റിസർവേഷൻ വേണോ അതെല്ലാം കേരളയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. നമ്മൾ ഈ നേരിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു സാധാരണ വിദ്യാർത്ഥി ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രിന്റ് ഔട്ട് അയച്ചു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ അയച്ചു കൊടുക്കേണ്ട 1-2 കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പോർട്സിന്റെ. ഇപ്പൊ സ്പോർട്സ് റിസർവേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ റെലവന്റ് കോപ്പി സ്പോർട്സ് കൗൺസിലിന് അയച്ചു കൊടുക്കണം. NCC റിസർവേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് NCCയുടെ ഓഫീസ് വഴി നമ്മൾ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണം. അതല്ലാത്ത ഒരു ജനറൽ ആപ്ലിക്കേഷന് ഓൺലൈൻ മാത്രം ചെയ്ത് തീർത്താൽ മതിയാകും. പക്ഷെ സർട്ടിഫിക്കറ്റുകളെല്ലാം കൃത്യമായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം. സാർ ഇപ്പോൾ നീറ്റും ജെയും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സാർ പറഞ്ഞിരുന്നു ആധാറിന്റെ ആവശ്യകത അത്ര വലുതാണ്. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ആധാർ. ഉദയയുടെ ഡേറ്റയായിട്ട് വെരിഫൈ ചെയ്തിട്ട് തന്നെയാണ് ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ വരെ വളരെ കൃത്യമായിട്ടാണ് നീറ്റ് ജെഇ പോലുള്ള ഓൺലൈൻ ആപ്ലിക്കേഷന് ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇപ്പൊ കീമിലേക്ക് എത്തുമ്പോഴും ആധാറിന്റെ ഇമ്പോർട്ടൻസ് ഇല്ല. കേരളയ്ക്ക് ആധാറിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആധാറിന്റെ വെരിഫിക്കേഷനോ ഉദയയുടെ ഡേറ്റയായിട്ടുള്ള ചെക്കിങ്ങോ അങ്ങനെ ഒന്നും ആധാറുമായിട്ട് യാതൊരു ഇമ്പോർട്ടൻസും കേരളയ്ക്കില്ല. കേരള എഞ്ചിനീയറിംഗ് എക്സാം എഴുതാൻ പോകുമ്പം വാലിഡ് ID പ്രൂഫായിട്ട് ആധാറോ നമ്മുടെ +2ന്റെ ഹോൾ ടിക്കറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വാലിഡ് ID പ്രൂഫ് കയ്യിലുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ആധാർ കമ്പൽസറി അല്ല. സാർ ഇപ്പൊ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് ക്ലാസ് 10 അനുസരിച്ച് ഇപ്പൊ ആധാർ പോലെ വേണമെന്നില്ല. 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ചാണ് പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കാര്യങ്ങളും വേണ്ടത്. ജാതി, അഡ്രസ്സൊക്കെ വേറെ ആയിട്ട് മതി. അത് നോക്കേണ്ടതിന് വേറെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്. പേരും ഡേറ്റ് ഓഫ് ബർത്തും ക്ലാസ് 10ന്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് തന്നെ വേണം. സാർ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്? ഇപ്പൊ കേരളയുടെ എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കീം 2026 അപ്ലൈ ചെയ്യുന്ന ഏതാണ്ട് 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും ബിഫാമിനും എല്ലാം കൂടെ 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് സാധാരണ കീമിന് അപ്ലൈ ചെയ്യാറുള്ളത്. ആ 1.5 ലക്ഷം വിദ്യാർത്ഥികളും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആണ് കാൻഡിഡേറ്റിന്റെ ഫോട്ടോഗ്രാഫ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അതുപോലെ തന്നെ നേറ്റിവിറ്റി, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന ഒരു രേഖ, അതുപോലെ തന്നെ നാഷണാലിറ്റി പ്രൂഫ്, ഇന്ത്യയിലെ അഡ്രസ് ഉള്ള ഒരു പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ്. ഇത്രയും കാര്യങ്ങളാണ്
കോമൺ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ റിസർവേഷനും ബാക്കി നമ്മൾ പറഞ്ഞ മൈനോറിറ്റി, NRI റിസർവേഷൻ ഉള്ളവരെല്ലാം, EWS പോലുള്ളവരെല്ലാം അതാതിൻ്റെ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണം. കോമൺ ആയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സാർ, നമുക്ക് ഓരോന്നും എടുത്തു പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് നേറ്റിവിറ്റി എടുക്കുകയാണെങ്കിൽ എന്തിന്റെ ആവശ്യകത? ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ അഡ്മിഷൻ എലിജിബിലിറ്റി ഉണ്ട്. കേരളത്തിൽ ഒരു കോളേജുകളിൽ അഡ്മിഷൻ എലിജിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് കുട്ടിയോ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചവരായിരിക്കണം. അപ്പം അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചു എന്ന് കാണിക്കുന്ന, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന ഏത് രേഖയും നേറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് എടുക്കുന്ന നേറ്റിവിറ്റി കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസ് പഠിച്ച വിദ്യാർത്ഥിക്ക് 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ്, അതിനകത്ത് ജന്മസ്ഥലമുണ്ട്, അത് നേറ്റിവിറ്റി ആയിട്ട് കാണിക്കാം. ബർത്ത് സർട്ടിഫിക്കറ്റ്, കേരളത്തിൽ ജനിച്ചൊരു കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി ആയിട്ട് കാണിക്കാം. കേരളത്തിൽ ജനിച്ചൊരു കുട്ടിക്ക് പാസ്പോർട്ട് നേറ്റിവിറ്റി ആയിട്ട് കാണിക്കാം. അപ്പൊ കേരളത്തിൽ ജന്മസ്ഥലമുള്ള കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ ഏത് രേഖയും നേറ്റിവിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ പ്രോസ്പെക്ടസിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസറെ കൊണ്ട് കുട്ടി കേരളത്തിൽ ജനിച്ചതാണെന്നുള്ളത് അറ്റസ്റ്റ് ചെയ്താലും നേറ്റിവിറ്റി ആയിട്ട് ഉപയോഗിക്കാം. സാർ, ഇപ്പോൾ കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ മൊത്തത്തിൽ സാറൊന്ന് പറയാമോ? ഒന്ന്, അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്ത് മേടിക്കുന്നത് കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ. സാർ, ഇപ്പോൾ അതുപോലെ കുട്ടി കേരളത്തിൽ ജനിച്ചതല്ല എങ്കിലുള്ള അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിക്കണം. അപ്പം അവരുടെ 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റോ അവരുടെ പാസ്പോർട്ടോ പ്ലസ് കൊറോബറേറ്റീവ് ബന്ധം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയുടെ 10ാം ക്ലാസ്സും കൂടെ എന്നോട് ഒരുമിച്ച് ഒറ്റ PDF ആക്കണം, അല്ല കുട്ടിയുടെ പാസ്പോർട്ട്, ഇത് ഒരുമിച്ച് ഒറ്റ PDF ആക്കി കഴിഞ്ഞാലും കൊറോബറേറ്റീവ് സർട്ടിഫിക്കറ്റ് എന്ന് ബന്ധം കാണിക്കുന്ന രേഖ, ആ സർട്ടിഫിക്കറ്റ് ഒരുമിച്ച് ഒറ്റ PDF ആക്കി കഴിഞ്ഞാലും നേറ്റിവിറ്റി ആകും. സാർ, ഇത് അച്ഛന്റെ അമ്മയുടെ ആരുടെങ്കിലും ഒരാളുടെ മതി. ഇവര് രണ്ടുപേരും കേരളത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളുടെ, അച്ഛന്റെ 10ാം ക്ലാസ്സും കുട്ടിയുടെ 10ാം ക്ലാസ്സും കൂടെ ഒരുമിച്ച് വെച്ചാൽ നേറ്റിവിറ്റി ആകും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് നമ്മളുടെ പ്രോസ്പെക്ടസിലുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അച്ഛൻ കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാലും നമുക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആകും. പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നതിന്, പക്ഷെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. സാർ, ഇവർ 3 പേരും കേരളത്തിൽ ജനിച്ചിട്ടില്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചാൽ മതി. അതിന്റെ ഒരു ഫോർമാറ്റ് പ്രോസ്പെക്ടസിലുണ്ട്. ആ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് +2ന്റെ പ്രിൻസിപ്പളിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന്റെ എലിജിബിലിറ്റി ആകും. അവിടെ കമ്മ്യൂണൽ റിസർവേഷൻ കിട്ടുക എന്ന് മാത്രം ഒരു ക്ലോസേ ഉള്ളൂ, പക്ഷെ ഗവൺമെന്റ് സീറ്റ് അർഹതയുണ്ടാവും. സാർ, ഇപ്പൊ ഇവര് കേരളത്തിൽ ജനിച്ചിട്ടില്ല, പക്ഷെ +1 +2 കേരളത്തിൽ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു സാഹചര്യമാണ്. അച്ഛനും അമ്മയും കുട്ടിയും ഒന്നും കേരളത്തിൽ ജനിച്ചിട്ടില്ല, 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചിട്ടില്ല, ആകെ കേരളത്തിൽ +1 +2 മാത്രമേ പഠിച്ചിട്ടുള്ളെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള കോളേജുകളിൽ പ്രവേശനം കിട്ടും. ഇപ്പൊ മെഡിക്കൽ കോളേജുകളാണെങ്കിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ എത്ര മാർക്ക് ഉണ്ടെങ്കിലും സ്വകാര്യ മെഡിക്കൽ കോളേജ് ഇപ്പൊ വലിയ ഉയർന്ന മാർക്കാണെങ്കിൽ പോലും ഗവൺമെന്റ് കിട്ടില്ല. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 15% സീറ്റ് കിട്ടും. അതുപോലെ തന്നെ NRI സീറ്റുകൾക്കും അർഹത ഉണ്ടായിരിക്കും, ഗവൺമെന്റ് സീറ്റുകൾക്ക് അർഹത ഉണ്ടാവില്ല. എഞ്ചിനീയറിംഗിനും അതുപോലെ തന്നെ സ്വകാര്യ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടും. സാർ, ഇതിന്റെ ഓരോന്നിന്റെയും ഫോർമാറ്റ് നമ്മുടെ ഇതിലുണ്ടെന്ന് സാർ ഉണ്ട്. നമുക്ക് ഈ കൊടുക്കേണ്ട ഓരോ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റ് കേരളത്തിന്റെ പ്രോസ്പെക്ടസിലും ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിന്റെ രജിസ്റ്റർ ചെയ്യുന്ന വെബ്സൈറ്റിലും ഉണ്ട്. അപ്പോൾ സാർ, ഇതെങ്ങനെയായിരിക്കും ഈസി ആയിട്ട് കുട്ടിക്ക് ആക്സസ് ചെയ്യുന്നത്? അതായത് നമുക്ക് കേരളത്തിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് നാളെ മുതൽ തുടങ്ങുമ്പം ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. കുട്ടിയുടെ പേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പൊ കേരളത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഒരു പാസ്വേഡും നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ തന്നെ കൊടുക്കുന്ന പാസ്വേഡ് വെച്ച് നമുക്കൊരു രജിസ്ട്രേഷനായി, ബേസിക് രജിസ്ട്രേഷൻ. ഇത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ പെർഫോം മുഴുവനുണ്ട്. അത് ഓരോന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് വേണ്ടതല്ല, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പ്രോസ്പെക്ടസിൽ പോയിട്ട് മൊത്തത്തോടെ പ്രിന്റ് ഔട്ട് എടുത്ത് ഓരോന്നായിട്ട് നോക്കേണ്ടതില്ല. ആദ്യത്തെ ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് വേണമെങ്കിലും നമ്മുടെ കേരളയുടെ സൈറ്റിൽ നിന്ന് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അത് റിലവന്റ് ആയിട്ട് നമുക്ക് പോയി അറ്റസ്റ്റ് ചെയ്ത് മേടിച്ചാൽ മാത്രം മതിയാകും. സാർ, അതുപോലെ തന്നെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഇതിന്റെ കൂടെ വലിയ ആവശ്യമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും OBC റിസർവേഷൻ കിട്ടാൻ ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു, വിശ്വകർമ്മ, ധീവര, ലാറ്റിൻ കാത്തലിക്സ് അങ്ങനെയുള്ള OBC വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന്റെ
അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രമേ OBC നോൺ ക്രിമിലെയർ OBC വിഭാഗത്തിലുള്ള സംവരണത്തിന് അർഹത ഉണ്ടാവുകയുള്ളൂ. ഒരു കാരണവശാലും തഹസീൽദാരെന്നുള്ള സർട്ടിഫിക്കറ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ പരിശോധിക്കുകയില്ല. സാർ, ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് കിട്ടിയോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ സാധിക്കും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ ഈ ഓരോ കുട്ടികളുടെയും നേറ്റിവിറ്റിയും നാഷണാലിറ്റിയും OBCയുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ് ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുതൽ ഒരു 2 മാസത്തേക്ക് ഓരോ സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്യും. അതിന് വലിയൊരു വിങ്ങുണ്ട്. അപ്പോൾ 10th മാർക്ക് ലിസ്റ്റ് പോലെയാണോ പേര്, 10th മാർക്ക് ലിസ്റ്റ് പോലെ തന്നെയാണോ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ കറക്റ്റ് ആണോ, നോൺ ക്രിമിലെയറിലെ ജാതി കറക്റ്റ് ആണോ, അതിന്റെ ഡേറ്റ് കറക്റ്റ് ആണോ, 1 വർഷം വാലിഡിറ്റി ആയിരിക്കണല്ലോ, അങ്ങനെ ഡേറ്റ് കറക്റ്റ് ആണോ, EWSന്റെ ഫോർമാറ്റ് കറക്റ്റ് ആണോ, NRIയുടെ സമർപ്പിച്ചിരിക്കുന്ന ഡോക്യുമെന്റ് ഇങ്ങനെ കൃത്യമായിട്ട് എൻട്രൻസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഓരോ സർട്ടിഫിക്കറ്റുകളും നമ്മളെ കൃത്യമായിട്ട് പരിശോധിച്ച് മെയ് പകുതിയോടുകൂടി നമ്മളെ അറിയിക്കും. അതെങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. അപ്പം ഈഴവയുള്ള ഒരാൾ നോൺ ക്രിമിലെയർ അപ്ലോഡ് ചെയ്തു. ഈ അപ്ലോഡ് ചെയ്യുമ്പോഴേ നമുക്ക് ആ റിസർവേഷൻ കിട്ടുമല്ല ചെയ്യുന്നത്. ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് എൻട്രൻസ് കമ്മീഷൻ അത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ മെയ് ആകുമ്പോഴേക്കും നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ കാറ്റഗറിയുടെ അവിടെ EZ എന്ന് കാണാം. അപ്പം നമ്മുടെ നോൺ ക്രിമിലെയർ അംഗീകരിച്ചു എന്നർത്ഥം. MU എന്ന് കാണാം, നമ്മൾ മുസ്ലിം ആയിട്ട് അംഗീകരിച്ചു എന്നർത്ഥം. BH എന്ന് കാണാം, ബാക്ക്വേർഡ് ഹിന്ദു ആയിട്ട് അംഗീകരിച്ചു. LC LA ലാറ്റിൻ കാത്തലിക് ആയിട്ട് അംഗീകരിച്ചു. ധീവര DV അതുപോലെ തന്നെ ലാറ്റിൻ ഓരോ കാറ്റഗറിക്കും നമുക്ക് അത് അംഗീകരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാർ, ഈ ഒരു SC ST വിഭാഗക്കാർക്ക് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് അത് മാത്രം തഹസീൽദാരിൽ നിന്നാണ്. നമ്മൾ OBC നോൺ ക്രിമിലെയറിന് വില്ലേജ് ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞെങ്കിൽ SCക്കും STക്കും തഹസീൽദാരിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മെയ് മാസം ആകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കാറ്റഗറിക്കകത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് എന്നുള്ളത് കാണാം. അങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ആ എലിജിബിലിറ്റി കിട്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സാർ, ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ റിജക്റ്റ് ആയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാം? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തു, മെയ് മാസം ആകുമ്പോൾ നമുക്ക് മെമ്മോ വരും. മെമ്മോ വരും നമ്മളുടെ മെസ്സേജ് ആയിട്ട് വരും. നമ്മൾ അറിയാതെ പോകുമൊന്നുമില്ല. നമ്മളെ ഫോണിൽ മെസ്സേജ് വരും, നമ്മുടെ ഇമെയിൽ മെസ്സേജ് വരും, പത്രങ്ങളിലായിട്ട് വരും, പിന്നെ നമ്മളൊക്കെ ആയിട്ട് അറിയിക്കും. മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് വരും. നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന നോൺ ക്രിമിലെയർ സമയപരിധി കഴിഞ്ഞതാണ്, അത് വില്ലേജ് ഓഫീസറുടെ അല്ല, അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് അല്ല, സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതനുസരിച്ച് നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടില്ല, SC STയുടെ റിസർവേഷൻ കിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ നാഷണാലിറ്റിയുടെ കാര്യത്തിൽ, നേറ്റിവിറ്റിയുടെ കാര്യത്തിൽ, NRIയുടെ കാര്യത്തിൽ, ഫോട്ടോയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴ ഉണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയില്ല. അത് കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുകയും നമുക്കത് മാറ്റാൻ ആവശ്യത്തിന് കൂടുതൽ സമയം തരികയും ചെയ്യും. അപ്പം അതിനനുസരിച്ച് നമുക്ക് വീണ്ടും പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ധാരാളം സമയം കിട്ടും. സാർ, അങ്ങനെയെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് ഇപ്പോൾ OBC പിന്നിട് അങ്ങനെ നമുക്ക് കാറ്റഗറി അങ്ങനെ ചെയ്യാനായിട്ടാവില്ല. നമുക്ക് വേണ്ടതെല്ലാം ഇപ്പൊ തന്നെ കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ മാത്രമേ അത് പരിഹരിക്കാനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അർഹതയുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. സാർ, അതുപോലെ EWSന്റെ സാധ്യതകളും മറ്റ് വിവരങ്ങളെല്ലാം ഒന്ന് പറയാം. ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 10% സംവരണം കിട്ടുന്നതാണ് EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതിന് നിശ്ചിത ഫോർമാറ്റ് കേരള എൻട്രൻസ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് നാളെ മുതൽ എടുക്കാം. ആ ഫോർമാറ്റിൽ തന്നെ നിർബന്ധമായിട്ടും വില്ലേജ് ഓഫീസറെ കൊണ്ട് നേരിട്ട് പോയി എഴുതി മേടിക്കണം. ബാക്കി നോൺ ക്രിമിലെയറും ബാക്കിയുള്ളതെല്ലാം അക്ഷയ ഓൺലൈനായിട്ട് കിട്ടും. പക്ഷെ EWS വില്ലേജ് ഓഫീസിൽ പോയി നേരിട്ട് എഴുതി ഒപ്പിട്ട് മേടിക്കേണ്ടതാണ്. ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ആ ഫോട്ടോ SCയിലൊക്കെ വെക്കാനായിട്ടുണ്ട്. അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. അതിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി അതിന് അർഹതയുണ്ടോ ഇല്ലോ എന്നുള്ളത് നോക്കിയിട്ട് മനസ്സിലാക്കണം. അത് ജനറൽ വിഭാഗത്തിന് ഉള്ള സംവരണമാണ് EWS എന്ന് പറയുന്നത്. സാർ, വീണ്ടും നാഷണാലിറ്റിയിലേക്ക് എത്തുകയാണെങ്കിൽ നാഷണാലിറ്റിയിൽ നമ്മൾ സമർപ്പിക്കേണ്ട എല്ലാവരും കൊടുക്കേണ്ട രേഖയാണ് നമുക്ക് ഇന്ത്യയുടെ അഡ്രസ്സുള്ള, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു അഡ്രസ്സുള്ള ഏതെങ്കിലും ഒരു പ്രൂഫ്. ഇപ്പം നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇന്ത്യയിലെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാം. പാസ്പോർട്ട് നമുക്ക് സമർപ്പിക്കാം. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിലൊക്കെ നമ്മളുടെ അഡ്രസ്സ് ഉണ്ട്. അപ്പൊ നമ്മളുടെ അഡ്രസ്സുള്ള ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ്, ഇപ്പൊ 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ അതിനകത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട്, അഡ്രസ് ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ആ ഒരു ഒറ്റ സർട്ടിഫിക്കറ്റ് മതി നാഷണാലിറ്റിക്കും നേറ്റിവിറ്റിക്കും ഡേറ്റ് ഓഫ് ബർത്തിനും കൊടുക്കാൻ. 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർക്ക് ഒരൊറ്റ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പ്രധാനപ്പെട്ട എല്ലാമായി.
ഓക്കെ. നോൺ ക്രിമിനലിന് മാത്രമേ അത് പറ്റാത്തതുള്ളൂ. നാഷണാലിറ്റിക്കും നേറ്റിവിറ്റിക്കും ഡേറ്റ് ഓഫ് ബർത്തിനും ഒരൊറ്റ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ എല്ലാമായി. കാരണം അതിനകത്തെല്ലാം ഉണ്ട്. പക്ഷെ CBC-ക്ക് അതുള്ളതിന് അഡ്രസ് ഇല്ല, അതുപോലെ തന്നെ ജന്മസ്ഥലം ഇല്ല. ICSE-ക്കകത്തും അതില്ല. അതുകൊണ്ട് അവര് നേറ്റിവിറ്റിയൊക്കെ അല്ലാതെ വെക്കേണ്ടി വരും. സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്. ഒരൊറ്റ മാർക്ക് ലിസ്റ്റിൽ തന്നെ എല്ലാം നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യയിലെ അഡ്രസ് ഉള്ള ഏതൊരു സർട്ടിഫിക്കറ്റും നാഷണാലിറ്റി ആയിട്ട് അംഗീകരിക്കും. ആധാർ ഒഴിച്ച്. ആധാർ മാത്രം അത് അംഗീകരിക്കില്ല. സർ, ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫിന് നമ്മുടെ ഈ ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ അല്ല, നമുക്ക് എല്ലാവരും സമർപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡോക്യുമെന്റ് ആണ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഇത്. അത് 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റിൽ എല്ലാവരുടെയും 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. സ്റ്റേറ്റും CBC-യും ICC-ക്കും ഒക്കെ ഉണ്ട്. അതിന്റെ മാർക്ക് ലിസ്റ്റിലും ഉണ്ട്. നമ്മുടെ പാസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് പണ്ടുണ്ടായിരുന്നു, അതിലുണ്ട്. ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. പാസ്പോർട്ട് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അകത്ത് എല്ലാവർക്കും ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇതിനകത്തൊക്കെ പേര് കോമൺ ആയിരിക്കണം എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. സർ, ഇപ്പോൾ ആദ്യമായിട്ട് ഇതിനൊരു അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവർ ചെയ്യുമ്പോൾ ചെറിയ തെറ്റുകൾ വന്നിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് ഇത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നീറ്റ് അപ്ലൈ ചെയ്യുന്നു, അല്ലെ JEE അപ്ലൈ ചെയ്യുന്നു, അല്ലെ CUET അപ്ലൈ ചെയ്യുന്നതിനൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് വിൻഡോ ഉണ്ട്. ഒരാഴ്ചത്തേക്ക് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. പക്ഷെ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ എഡിറ്റിംഗ് ഇല്ല. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അത് എല്ലാം കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും അതിനനുസരിച്ച് ഓരോ ആപ്ലിക്കേഷനും എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്യുകയും എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുകയും നമുക്കത് മാറ്റാൻ അവസരം തരികയും ചെയ്യും. നമ്മുടെ പേര് ചെയ്തത് തെറ്റിപ്പോയി, എൻട്രൻസ് കമ്മീഷൻ അത് നോക്കിയിട്ട് നമ്മളെ ഇമെയിൽ വഴി അറിയിക്കും, നിങ്ങളുടെ പേര് തെറ്റാണ് ചെയ്തിരിക്കുന്നത്, അത് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യാനുള്ള അവസരം തരും. അതിന്റെ കോപ്പി ഇമെയിൽ ചെയ്ത് കൊടുക്കാൻ പറയും. 10th മാർക്ക് ലിസ്റ്റ് കൂടെ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണെങ്കിൽ അത് എൻട്രൻസ് കമ്മീഷൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലായെങ്കിൽ അത് നമുക്ക് മാറ്റാനായിട്ട് അവസരം തരും. ഫോട്ടോ, സിഗ്നേച്ചർ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്താണെങ്കിലും അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം കറക്റ്റ് ചെയ്യാൻ അവസരം തരും. നമുക്കായിട്ട് പേഴ്സണൽ വിൻഡോ എഡിറ്റ് ചെയ്യാനുള്ള അവസരം നൽകുകയില്ല. സർ, ഇപ്പൊ കഴിഞ്ഞ വാരം നമ്മൾ പറഞ്ഞിരുന്നു വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അതെ. എല്ലാവരുടെ ഏറ്റവും വലിയ സംശയമാണ് എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പൊ സാർ, ഇപ്പം നമ്മൾ സമർപ്പിച്ച ഡേറ്റയുമായിട്ട് ചെറിയ മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ചിലരൊക്കെ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കും. പക്ഷെ ഈ വരുമാനം കുറഞ്ഞവര് എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസ് കൺസെഷൻ കിട്ടും. അതുകൊണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണ്. മെഡിക്കലിന് ഈ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിസർവേഷൻ ഇതുവരെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നിർബന്ധമില്ല. എന്നാലും BPL സ്കോളർഷിപ്പ് ഒക്കെ വരും സാധ്യതയുള്ളതാണ്. വരുമാനം കുറഞ്ഞവർ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ എല്ലാവരും അവനവന്റെ വരുമാനവും താലൂക്കും വില്ലേജ് ഓഫീസും നിർബന്ധമായിട്ട് അതിനകത്ത് എൻട്രി ചെയ്യണം. അതിനൊരു പ്രൂഫിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന EWS പോലെയുള്ള മറ്റു സർട്ടിഫിക്കറ്റിലുള്ള വരുമാനവും ഈ വരുമാനവും ഒന്ന് തന്നെ ആയിരിക്കണം. അതിനകത്തൊന്നും വ്യത്യസ്തം വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ മാറ്റാനായിട്ട് അവസരം നൽകുകയും ചെയ്യും. സർ, ഇപ്പൊ നേരത്തെ സാർ പരാമർശിച്ചൊരു കാര്യമാണ് മെമ്മോ വരിക എന്ന് പറയുന്നത്. അതെ. അപ്പൊ അത് നമ്മൾ എങ്ങനെയായിരിക്കും അറിയുക? നമ്മൾ എന്നും ചെക്ക് ചെയ്യണോ വേണ്ട സംശയമുണ്ട്. നമ്മൾ ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നും നമ്മുടെ കേരളയുടെ സൈറ്റിൽ കയറിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യണോ, മെമ്മോ വന്നിട്ടുണ്ടോ ഇങ്ങനെ ചെക്ക് ചെയ്യണോ എന്ന് എല്ലാവർക്കും ഒരു സംശയമാണ്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ സമയം മുതൽ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം ആദ്യം കേരള എഞ്ചിനീയറിംഗിന്റെ എക്സാം ഏപ്രിൽ 15 നടക്കുന്നുണ്ട്. അതുകൊണ്ട് കോമൺ ആയിട്ട് ഫോട്ടോ, സിഗ്നേച്ചർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ 4 കാര്യങ്ങൾ എൻട്രൻസ് കമ്മീഷൻ എല്ലാവരുടെയും നോക്കും. അതിനാവശ്യമായ തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അത് ഇമെയിൽ വഴി നമ്മളെ അല്ലെങ്കിൽ മെസ്സേജ് വഴി നമ്മളെ അറിയിക്കും. ആദ്യം അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് അവസരം തരും. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ, സിഗ്നേച്ചർ. അതിനുശേഷമാണ് മെയ് പകുതിയോടുകൂടിയാണ് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ, നാഷണാലിറ്റി, നേറ്റിവിറ്റി, റിസർവേഷൻ, NRI, മൈനോറിറ്റി, അങ്ങനെയുള്ളതെല്ലാം നോക്കുന്നത് മെയ് മാസത്തിലാണ്. അതിനും നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് വരും, ഇമെയിൽ വരും. ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് മെമ്മോ എന്നുള്ളത് കാണാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കേണ്ടതില്ല. നിങ്ങൾക്ക് അതിൻ്റെ അലേർട്ട് വരും. അപ്പോൾ മാത്രം നോക്കിയാൽ മതിയാകും. എങ്കിലും അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഇതൊന്നും ചെക്ക് ചെയ്യണം. കാരണം പലർക്കും അബദ്ധം പറ്റുന്നുണ്ട്. ഇപ്പൊ നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടിയെന്ന് അവരുടെ വിചാരം. പക്ഷെ അപ്ലോഡ് ചെയ്ത് ചിലപ്പോൾ തഹസീൽദാരുടെ ആയിരിക്കും. പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് അഡ്മിഷൻ ആയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ OBC സംവരണം കിട്ടിയിട്ടില്ല എന്നറിയുന്നത്. അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട റിസർവേഷനുകളെല്ലാം, നേറ്റിവിറ്റിയും റിസർവേഷനുകളും എല്ലാം കിട്ടി എന്നുള്ളത് നോക്കേണ്ടതും
നമ്മുടെ തന്നെ ഉത്തരവാദിത്വം തന്നെയാണ്, അത് ഉറപ്പാണ്. പക്ഷെ ആ സമയത്ത് നോക്കണം എന്നുള്ളത് ഉറപ്പാണ്. സാർ, ഇപ്പോൾ നീറ്റിന്റെ ആപ്ലിക്കേഷൻ ശരിക്കും നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അതിനു മുൻപാണ് നമ്മൾ പരീക്ഷ പോലും ആയിട്ടില്ല. അതിനു മുമ്പാണ് നമ്മൾ കീമിലൂടെ മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രക്രിയ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്നത്? ഇപ്പൊ നമ്മള് കേരളയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മെഡിക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇനി ഫെബ്രുവരിയിൽ നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്നു. മെയ് മാസത്തിൽ നമ്മൾ നീറ്റ് എക്സാം എഴുതുന്നു. ജൂൺ 10 കൂടി നീറ്റിന്റെ റിസൾട്ട് വരുന്നു. ആ റിസൾട്ട് ജൂൺ 10 വരുന്നതെങ്കിൽ ജൂൺ ഒരു 22 അല്ലെ 25 ആകുമ്പോഴേക്കും കേരള എൻട്രൻസ് കമ്മീഷനുടെ നോട്ടിഫിക്കേഷൻ വരും, മെസ്സേജ് വരും. നീറ്റിന്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരളത്തിന്റെ സൈറ്റിൽ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം ആ നീറ്റിന്റെ ഡാറ്റാബേസിൽ നിന്നും NDAയുടെ ഡാറ്റാബേസിൽ നിന്നും അവർ ആ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. നമ്മൾ മാർക്കല്ല എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത്, നീറ്റിന്റെ ആപ്ലിക്കേഷൻ റോൾ നമ്പറും ജൂൺ അവസാനത്തോടുകൂടി കേരളയുടെ സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മാർക്ക് എടുത്തിട്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. സർ, അങ്ങനെയെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗിന്റെയും ബിഫാമിന്റെയും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന എഞ്ചിനീയറിംഗിന് നമുക്കറിയാം +2 മാർക്കും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മളിപ്പം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യുന്നു. ഏപ്രിൽ 15 മുതലുള്ള എഞ്ചിനീയറിംഗ് എക്സാം എഴുതുന്നു. ഒരു ഏപ്രിൽ അവസാനത്തോടുകൂടി നമുക്ക് എഞ്ചിനീയറിംഗിന്റെ സ്കോർ അറിയാൻ സാധിക്കും. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് പെർസെന്റിൽ അറിയാൻ സാധിക്കും. +2 റിസൾട്ട് വരുന്ന സമയം മെയ് അവസാനത്തോടു കൂടി നമ്മുടെ +2ന്റെ റിസൾട്ട് സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന്റെ മാർക്കും എൻട്രൻസിന്റെ മാർക്കും കൂടെ ആഡ് ചെയ്ത് ജൂൺ ഒരു 20 കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇതിന് തുല്യ പ്രാധാന്യമാണ്. ബിഫാമിന് +2 മാർക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പം ഈ ഏപ്രിൽ 15 മുതൽ ബിഫാമിന്റെ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഫാമിന്റെ ഒരു പെർസെന്റേജ് സ്കോർ വരികയും അതിന്റെ മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് ജൂണിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. സാർ, ഇപ്പോൾ NRI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതെ, കാരണം കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 21 കോളേജുകളുണ്ട്. ഗവൺമെന്റ് കോളേജുകളിൽ എങ്ങും NRI സീറ്റ് ഇല്ല. മെഡിക്കലിനാണ്, സ്വകാര്യ മേഖലയിൽ മാത്രമേ NRI സീറ്റ് ഉള്ളൂ. എഞ്ചിനീയറിംഗിന് NRI സീറ്റിന് കേരള വഴി അപ്ലൈ ചെയ്യേണ്ട, അതാത് കോളേജുകളിൽ അപ്ലൈ ചെയ്താൽ മതി. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അർദ്ധ സർക്കാർ കോളേജുകളിലും. മെഡിക്കലിന് സ്വകാര്യ മേഖലയിലുള്ളതിന് ഇപ്പൊ തന്നെ നമ്മൾ കേരളയുടെ സൈറ്റിൽ NRI എന്ന് കൊടുക്കുകയും അതിന് വേണ്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. സാർ, ഈ ഒരു NRI എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇപ്പൊ നമുക്കിപ്പോ റാങ്കോ സ്കോറോ മാർക്കോ കുറയോ കൂടുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു ഓപ്ഷൻ കൊടുത്തിടേണ്ട ആവശ്യകതയുണ്ടോ? പിന്നീട് ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും? ഇപ്പൊ നമുക്ക് അല്പം മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് 22 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള ഒരു NRI സീറ്റിന് ചെറുതായിട്ടെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ഇത് NRI എന്ന് കൊടുത്ത് അതിന്റെ ഡോക്യുമെന്റ്സ് കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നല്ല മാർക്കും നല്ല റാങ്കും കിട്ടുകയാണെങ്കിൽ ആ സീറ്റ് എടുക്കാം, ഗവൺമെന്റ് സീറ്റ് എടുക്കാം, മെറിറ്റ് സീറ്റ് എടുക്കാം. ഈ NRI എന്ന് കൊടുത്തു എന്ന് വിചാരിച്ച് നമ്മളുടെ റിസർവേഷനെയോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ഗവൺമെന്റ് സീറ്റിന്റെ സാധ്യത ഒന്നും നമുക്ക് ഇല്ലാതെ പോകുന്നില്ല. ഒരു അഡീഷണൽ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ NRI എല്ലാവരും NRI എന്ന് കൊടുക്കണോ? ഇപ്പൊ വിദേശത്തുള്ള എല്ലാവരും NRIക്കാരാ, അവരെല്ലാം NRI എന്ന് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണോ? വേണ്ട. 22 ലക്ഷം രൂപ കൊടുത്താണെങ്കിൽ ഒരു സീറ്റിന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം NRI എന്ന് കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അത് എല്ലാവരുടെ ഒരു സംശയമാണ്. NRI എന്ന് ആവശ്യമുള്ളവർ മാത്രം കൊടുത്താൽ മതി. വിദേശത്തുള്ളവരാണെങ്കിലും അല്ലാതെ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതും യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാനൊക്കെ ആവശ്യത്തിന് സമയം കിട്ടും. ഇനി നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് 2 ദിവസം കിട്ടും NRI എന്ന് വേണേൽ കൊടുക്കാനായിട്ട്. ഇപ്പൊ ജൂൺ 10 റിസൾട്ട് വന്നു. ജൂൺ ഒരു 20 കേരളയുടെ സൈറ്റിൽ വേണമെങ്കിൽ NRI എന്നുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ സർട്ടിഫിക്കറ്റിൽ തെറ്റു വന്നുള്ള തിരുത്താനുള്ള സൗകര്യം കുറവാണ്, അല്ലെ? ആകെ നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും, മാറിപ്പോയാൽ. അപ്പം ഇപ്പൊ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത പാസ്പോർട്ട് കറക്റ്റ് ആണോ, വിസ കറക്റ്റ് ആണോ, എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആണോ, NRI സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആണോ, അഫിഡേവിറ്റ് കറക്റ്റ് ആണോ, ബന്ധം കാണിക്കുന്ന രേഖ കറക്റ്റ് ആണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ടും ഇനി എൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്ക് ആവശ്യത്തിലധികം സമയം കിട്ടുകയും ചെയ്യും. സാർ, ഇപ്പോൾ എല്ലാവരും എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എന്നീ ഒരു ഓപ്ഷൻ പരിഗണിക്കുന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ സേഫ്? തീർച്ചയായിട്ടും. ഇപ്പം മെഡിക്കൽ മാത്രമാണ്. ഇപ്പം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഞാൻ MBBS മാത്രമേ പോവുള്ളൂ, അല്ലെ ഞാൻ മെഡിക്കലിന് മാത്രമേ പോകുന്നുള്ളൂന്നുണ്ടെങ്കിൽ മെഡിക്കൽ മാത്രം വെച്ചാൽ മതി. ഇൻ കേസ് എനിക്ക് മറ്റൊരു സാധ്യതകൾ കൂടി വേണം, മെഡിക്കലിൽ എങ്ങാനും മാർക്ക് കുറഞ്ഞു പോയാൽ എഞ്ചിനീയറിംഗിന് ധാരാളം സീറ്റുകളുണ്ട്, ഏറ്റവും ഫീസും കുറവാണ്. അപ്പം അങ്ങനെ ഒരു സാധ്യത വേണമെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗിന് കൂടെ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാവരും മെഡിക്കലിന് കൊടുക്കുന്നവര് എഞ്ചിനീയറിംഗിനോട് കൊടുക്കുന്നത് തന്നെ നല്ല. രണ്ട് കാര്യം, ഒന്ന് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും പരീക്ഷയുടെ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് അത് എഴുതാൻ പറ്റുമെന്നുള്ളൊരു അഡ്വാൻറ്റേജ്. രണ്ടാമത്, എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് മറ്റൊരു സാഹചര്യം കൂടി നോക്കേണ്ട അവസ്ഥ വന്നാൽ എഞ്ചിനീയറിംഗ് സീറ്റുകളും കൂടെ അവൈലബിൾ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും വെക്കുന്നത് തന്നെയാണ് നല്ലത്. സാർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വെക്കുന്നു. പക്ഷെ ഒരു സാഹചര്യത്തിൽ ആ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് മെഡിക്കലിനെ ബാധിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ആബ്സെന്റ് എന്ന് കിടക്കുന്നു. എഞ്ചിനീയറിംഗ് ആബ്സെന്റ് എന്ന് കിടക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും മെഡിക്കലിനെ ബാധിക്കില്ല. അങ്ങനെ വേറെ ഏതെങ്കിലും ഇപ്പം എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, ആർക്കിടെക്ചർ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്തില്ലെങ്കിലും മറ്റുള്ളതിനെ യാതൊരു തരത്തിലും ബാധിക്കുകയില്ല. ഇനി ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടു എന്ന് വിചാരിച്ചും മറ്റൊന്നിനെ ബാധിക്കില്ല. ഇപ്പൊ എഞ്ചിനീയറിംഗിന് 100 റാങ്ക് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അതും മെഡിക്കലിനെ ബാധിക്കുകയുമില്ല. ഇതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നത് തന്നെയാണ് നല്ലത്. സാർ, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അപ്ലൈ ചെയ്തവർ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അതെ, റിപ്പീറ്റേഴ്സിന്റെ എല്ലാം കഴിഞ്ഞ വർഷത്തെ അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റുകളുണ്ട്. അതെ, അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എത്രത്തോളം? 1 വർഷം. എടുക്കുന്ന ഡേറ്റ് മുതൽ 1 വർഷത്തേക്കാണ് നമ്മുടെ നോൺ ക്രിമിനൽ, ഇൻകം, EWS അതിന്റെയൊക്കെ വാലിഡിറ്റി. അത് ഇപ്പോഴും നമുക്ക് ഈ ജനുവരിയിലും വാലിഡ് ആയിട്ടുള്ള ഏത് സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. കാരണം കേരളത്തിന്റെ നിയമം അനുസരിച്ച് അപേക്ഷിക്കുന്ന സമയത്ത് വാലിഡ് ആയിരിക്കണം എന്നുള്ളതാണ് നിയമം. EWSനെ സംബന്ധിച്ചോളം ഇപ്പോഴാണല്ലോ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പം 2025 തീർന്ന സാമ്പത്തിക വർഷം, 2024-25 തീർന്ന സാമ്പത്തിക വർഷത്തെ EWS ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. സാർ, ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ആപ്ലിക്കേഷനും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്, CUET. അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം? കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. ഇപ്പം നമ്മളിപ്പോൾ കീമിൻ്റെ കാര്യം പറയുന്നത് തന്നെ ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ. ഇപ്പം മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അഗ്രികൾച്ചറിന് വലിയ സാധ്യതകളാണുള്ളത്. അത് കേരളത്തിന് പുറത്ത് ICARന്റെ ഡയറക്റ്റുള്ള ക്യാമ്പസിലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ അഗ്രികൾച്ചറിന്റെ സീറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എഴുതേണ്ട പരീക്ഷയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. ഇനി അതുകൂടാതെ തന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഒരു ഡിഗ്രി പ്രോഗ്രാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എക്സാമാണ് CUET. ഇപ്പം ഇത്രയും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളവും കഴിഞ്ഞ തവണ ഒരു നീറ്റിനൊരു 250 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിയാണെന്നിരിക്കട്ടെ, അല്ലെ ഒരു 300 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിയാണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് CUET 94 95% മാർക്ക് കിട്ടി. നാഷണൽ ലെവലിൽ ഉറപ്പായിട്ടും നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടുമായിരുന്നു. അഗ്രികൾച്ചറിനോ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കോ അതല്ലെങ്കിൽ ബയോളജി ആയിട്ടുള്ള ധാരാളം കോഴ്സുകളുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് കിട്ടാൻ യാതൊരു പാടുമില്ലായിരുന്നു. അപ്പം മെഡിക്കലിൽ നോക്കുന്നവർക്കാണെങ്കിലും അല്ലാതെ ഒരു ഡിഗ്രി നോക്കുന്നവർക്കാണെങ്കിലും ഏറ്റവും അധികം സാധ്യതകളാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. പ്രധാനപ്പെട്ടത് ICARന്റെ കീഴിലുള്ള അഗ്രികൾച്ചറും അനുബന്ധ കോഴ്സുകൾക്കും ആണെന്ന് മാത്രം. അപ്പോൾ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഏറ്റവും പ്രധാനമായിട്ടും പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കീമിന്റെ ആപ്ലിക്കേഷൻ. തീർച്ചയായിട്ടും. കാരണം നമ്മളെ രക്ഷിതാക്കൾ വളരെ വിജിലന്റ് ആകേണ്ട ഒരു സമയമാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് ഈ റിസർവേഷനെ കുറിച്ച്, അഡ്രസ്സിനെ കുറിച്ച്, നാഷണാലിറ്റിയെ കുറിച്ച്, ജന്മസ്ഥലത്തിനെ കുറിച്ച് അങ്ങനെയുള്ളതിനൊന്നും കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പം OEC റിസർവേഷനൊക്കെ നമുക്കറിയാം. ഇപ്പൊ OEC റിസർവേഷൻ കിട്ടുന്ന ഈ കേരളയുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പൊ ആപ്ലിക്കേഷൻ എങ്ങനെ OECയിലോട്ട് മാറും? അവിടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യമുണ്ട്. കാരണം BH കാറ്റഗറി ആണെങ്കിൽ 6 ലക്ഷത്തിൽ താഴെ വരുമാനമായാലേ OEC കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ കൃത്യമായിട്ടും നമുക്ക് എന്ത് റിസർവേഷൻ കിട്ടും? ഇപ്പം ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ ആണെങ്കിൽ യാതൊരുവിധ ഫീസും ഇല്ലാതെ പഠിക്കാം. ഒരാൾ അച്ഛൻ ഈഴവ, അമ്മ SC, അല്ലെങ്കിൽ അച്ഛൻ ജനറൽ, അമ്മ ST, അങ്ങനെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SCയിലോ STയിലോ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടുന്നത് ജനറൽ ആയിട്ടാണ്, അല്ല OBC ആയിട്ടായിരിക്കും സീറ്റ് കിട്ടുന്നത്. പക്ഷെ ഗവൺമെന്റ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ₹1 പോലും കൊടുക്കാതെ പഠിക്കാൻ പറ്റും. ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതിയാവും. അങ്ങനെ കേരളത്തിൽ നിരവധി സാധ്യതകളാണുള്ളത്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും അപേക്ഷ കൊടുക്കേണ്ടതും ഏതൊരു രക്ഷിതാവിന്റെയും കൂടെ കടമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിപ്പോ കീമിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ശിവൻ സാർ ഓരോ കാര്യങ്ങളും നമ്മളോട് പങ്കുവെച്ചത്. ഇനി നമ്മളത് വരുന്ന ദിവസങ്ങളിലെല്ലാം എന്താണ് EWS സർട്ടിഫിക്കറ്റ്, ഇത് എങ്ങനെയാണ് കറക്റ്റ്, ഇതിന്റെ ഫോർമാറ്റ് എന്താണ്, NRI എന്താണ്, മൈനോറിറ്റി എന്താണ്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ പലർക്കും തോന്നും ഇപ്പൊ എന്തിനാണ് ഈ മൈനോറിറ്റി എന്ന് വെക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഒരു ക്രിസ്ത്യൻ ആണ് എന്നുണ്ടെങ്കിൽ 7 ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളുണ്ട്. പുഷ്പഗിരി, അമല, കോലഞ്ചേരി, നമ്മുടെ ജൂബിലി,
ബിലീവേഴ്സ്, സോമർവെല്ല്, മൗണ്ട് സിയോൺ 7 ക്രിസ്ത്യൻ കോളേജുകളുണ്ട്. അവിടെ 35% സീറ്റുകളാണ് MBBS-നായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ക്രിസ്ത്യൻസിന് മാത്രം, എല്ലാ ക്രിസ്ത്യൻസിനും ഇവിടെ കൂട്ടിയിട്ട്. മുസ്ലിംസ് ആണെങ്കിൽ അവർക്കുമുണ്ട് 7 കോളേജുകൾ, MES പോലുള്ള കോളേജ്, MES, അൽ-അസ്ർ, അസീസിയ, നമ്മുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന കേരള മെഡിക്കൽ കോളേജുകൾ, അങ്ങനെ 7 കോളേജുകൾ അവർക്കുമുണ്ട്. അവിടെയും 35% സീറ്റുകൾ. കഴിഞ്ഞ തവണ മുസ്ലിംസിന് 15,600 വരെയുള്ളവർക്ക് കേരള മെഡിക്കൽ റാങ്കിനനുസരിച്ച് MBBS കിട്ടി. ക്രിസ്ത്യൻസ് ആണെങ്കിൽ 12,000 വരെയുള്ളവർക്ക് സീറ്റ് കിട്ടി. അപ്പം മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അവരുടെ സീറ്റ് കിട്ടാൻ വേണ്ടി സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. അപ്പം അത് നമ്മൾ സമർപ്പിക്കും. അപ്പം വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അയാൾ ഒരു പക്ഷേ ഗവൺമെൻറ് MBBS ആയിരിക്കാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അല്പം മാർക്ക് കുറഞ്ഞു പോയാലും ഒരു സീറ്റ് സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ വേണമെന്നുണ്ടെങ്കിൽ, അതും താങ്കൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ച് നമുക്കൊരു ഗവൺമെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാൻ മേലെ, തീർച്ചയായിട്ടും കൊടുക്കാം. പക്ഷെ അത് കൊടുക്കാൻ ഇപ്പം മാത്രമേ അവസരമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഈ ഒരു കീമിനൊക്കെ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മുൻപിലുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ഓരോ വിദ്യാർത്ഥിയും മാതാപിതാക്കളും ഒരു തെറ്റും കൂടാതെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും കാണണം. മാക്സിമം നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര്, അല്ലെങ്കിൽ അവരുടെയൊക്കെ മാതാപിതാക്കൾ ഒരുപാട് പേര് ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്കായി നൽകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോകളിലും നിങ്ങൾ ഭാഗമാകണം. ഇന്ന് തന്നെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി, അതായത് ഏറ്റവും പ്രധാനമായി ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ശിവൻ സാറ് നമ്മോട് പങ്കുവെച്ചത്. അങ്ങനെ വലിയ തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് ശിവൻ സാർ ഇന്ന് വന്നിരുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും 2026 നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശം യഥാസമയം ശിവൻ സാറും ബ്രില്യൻ ടീമും നിങ്ങൾക്കായി നൽകുന്നതായിരിക്കും. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.